എല്ലാവർക്കും നമസ്കാരം. വർച്ചു വൈബ്സ് ദി ലിറ്റ് ലാൻഡേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 8 ചൊവ്വാഴ്ചയാണ്. നാളെ കാമത ഏകാദശിയാണ്. കാമത ഏകാദശി തിഥി തുടങ്ങുന്നത് ഏപ്രിൽ 7 8 PM മുതൽ ഏപ്രിൽ 8 9:13 PM വരെയാണ് ഏകാദശി തിഥി നിൽക്കുന്നത്. നാളത്തെ സൂര്യോദയം 6:16 AM വൈകുന്നേരം സൂര്യാസ്തമയം 6:41 PM. ആദ്യം തന്നെ സമയങ്ങളെല്ലാം ഒന്ന് പറഞ്ഞേക്കാം. പാരണ സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 9 6:15 AM മുതൽ 8:44 AM വരെയുള്ള സമയമാണ് പാരണ ചെയ്യേണ്ടത്. ഹരിവാസര സമാപനം വരുന്നത് ഏപ്രിൽ 9 3:39 AM ഹരിവാസര സമയം കഴിയാണ്. അപ്പോൾ അതിന് ശേഷമാണ് പാരണ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഏപ്രിൽ 9 6:15 AM മുതൽ 8:44 AM വരെയുള്ള സമയത്താണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കേണ്ടത്, അതായത് പാരണ ചെയ്യേണ്ടത്. ദ്വാദശി അവസാനിക്കുന്നത് ഏപ്രിൽ 9 10:55 PM. ശുക്ലപക്ഷ ഏകാദശിയാണ് ഈ കാമത ഏകാദശി എന്ന് പറയുന്നത്. ഈ കാമത ഏകാദശി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകാദശിയാണ്. നവരാത്രി ആഘോഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു അല്ലേ, അതിനുശേഷം വരുന്ന ഏകാദശിയാണ് കാമത ഏകാദശി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ചൈത്ര ശുക്ല ഏകാദശി എന്നും കൂടി പറയാറുണ്ട്. കാമത എന്ന വാക്ക്, കാമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം എന്നുള്ളതാണ്. അതായത് കാമത ഏകാദശി നമ്മൾ വ്രതം നോറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ലൗകികമായ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിനുള്ള ഒരു വ്രതമാണ് കാമത ഏകാദശി വ്രതം എന്ന് പറയുന്നത്. വ്രതകഥകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് പത്മപുരാണത്തിലെ ഐതിഹ്യത്തിനനുസരിച്ചിട്ടുള്ളൊരു കഥയാണ്. അത് ഇപ്പം നാഗപുര രാജ്യത്ത് പുണ്ടരിക രാജാവ്, നാഗങ്ങൾ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, ദേവീദേവന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതിൽ ലളിത എന്നൊരു ദേവി ഉണ്ടായിരുന്നു. പ്രണയം ഉണ്ടായിരുന്നു. അതൊരു ഗന്ധർവനാണ്. അത് ലളിത് എന്ന പേരുള്ള ഗന്ധർവനാണ്. അപ്പോൾ അവർ സ്നേഹം, അഭിനിവേശം, സൗന്ദര്യം, സമ്പത്ത് എന്നിവയൊക്കെ സ്വന്തമായിട്ട് ലോകത്തുണ്ടാക്കിയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നവരായിരുന്നു എന്നാണ്. ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ പുണ്ടരീക രാജാവ്, ഗന്ധർവൻ ഉണ്ടല്ലോ ലളിത് ഗന്ധർവനെ സ്തുതിച്ചുകൊണ്ട് പാടുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ലളിത് ഗന്ധർവൻ എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഭാര്യ ലളിതയുടെ സ്നേഹത്തിൽ മാത്രം, ആ ഓർമ്മയിൽ മാത്രം ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുണ്ടരീക രാജാവിന് ദേഷ്യം വന്നു. അപ്പോൾ ഈ ഗന്ധർവനെ അദ്ദേഹം ശപിക്കുകയാണ്. എന്താ പറയണതെന്ന് വെച്ചാൽ, നീ മനുഷ്യരെ തിന്നുന്ന അല്ലെങ്കിൽ പച്ച മാംസം തിന്നുന്ന ഒരു രാക്ഷസനായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ലളിതയാണെങ്കിൽ, അതായത് ഗന്ധർവൻ്റെ ഭാര്യ ലളിത എന്ത് ചെയ്തു, ഭയങ്കര സങ്കടമായി. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ വനത്തിൽ പോയി ഒരു മുനിയുടെ അടുത്തുനിന്ന് ഉപദേശം തേടുണ്ടായി. എല്ലാ പാപങ്ങളും നശിപ്പിക്കാനും പുണ്യം നേടാനും ഒരു ഏകാദശി വ്രതം എടുക്കാൻ വേണ്ടിയിട്ട് ലളിതയെ മുനി ഉപദേശിച്ചു എന്നാണ് പറയണത്. അതായത് ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ഭർത്താവിനെ ആ പിശാചിൻ്റെ രൂപത്തിൽ നിന്ന്, അല്ലേ, രാക്ഷസൻ്റെ രൂപത്തിൽ നിന്ന് അല്ലെങ്കിൽ രാക്ഷസ സ്വഭാവം ഇല്ലാതെയാക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ കാമത ഏകാദശി വ്രതമാണ് ലളിത എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ലളിത എന്ന് പറഞ്ഞ അവരുടെ ഭർത്താവ് ലളിത് എന്ന് പറഞ്ഞ ഗന്ധർവൻ്റെ ശാപമോക്ഷം കിട്ടണമെന്നാണ് പറയുന്നത്. അയാൾക്ക് തിരിച്ച് ഗന്ധർവനായിട്ട് മാറാൻ പറ്റിയെന്നാണ്. അപ്പോൾ കാമത എന്ന് പറയുന്നത് അവർ എന്താണോ പ്രാർത്ഥിച്ചത് അത് ഭഗവാൻ കൊടുത്തു എന്നുള്ളതാണ്. അത് വ്രതം എടുത്തിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്.
ഇനി എങ്ങനെയാണ് നമ്മൾ കാമത ഏകാദശിയിൽ വ്രതം എടുക്കേണ്ടത് എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം എന്നാണ് പറയുക. അതിനാണ് സൂര്യോദയത്തിൻ്റെ സമയം ആദ്യം പറയാൻ കാരണം. അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് എണീക്കുക, എന്നിട്ട് കുളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ആണ് നമ്മൾ ഇന്നേ ദിവസം ആരാധിക്കേണ്ടത്. അപ്പോൾ അതിന് ചന്ദനം, പൂക്കൾ, പഴങ്ങൾ, ധൂപം ഇത്രയാണ് വേണ്ടത്. അപ്പോൾ അത് ചന്ദനം എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ, നമ്മളെ ഹിന്ദുസിൻ്റെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. പിന്നെ പൂക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പൂക്കൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. എടുക്കാവുന്നത് നമ്മുടെ തുളസി എടുക്കാം, പക്ഷേ നമ്മൾ നാളെ അതായത് ഏകാദശിക്ക് നമ്മൾ തുളസി എടുക്കില്ല, തുളസിയില എടുക്കില്ല. അപ്പം അതിന് പകരം നമുക്ക് പൂക്കൾ നന്ദ്യാർവട്ടം ഉണ്ടെങ്കിൽ നന്ദ്യാർവട്ടം എടുക്കാം. അപ്പോൾ നന്ദ്യാർവട്ടം ഒരു നല്ല നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി അല്ല വാങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ ജമന്തി പൂവാണ് കാമത ഏകാദശിക്ക് നമ്മൾ പൂജിക്കേണ്ട പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ജമന്തി പൂവോ അല്ലെങ്കിൽ നന്ദ്യാർവട്ടമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഭഗവാന് വെളുത്ത പൂക്കളോ മഞ്ഞപ്പൂക്കളോ ആണ് പറയുന്നത്. അപ്പോൾ വെളുത്ത പൂക്കളോ മഞ്ഞപ്പൂക്കളോ വെച്ചിട്ട് ഭഗവാനെ ആരാധിക്കാം എന്നാണ്. പിന്നെ പഴങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാഴപ്പഴം ആയാലും മാങ്ങയുടെ സീസണാണല്ലോ, അപ്പോൾ മാങ്ങയായാലും കുഴപ്പമില്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു നേദ്യം വെക്കണം എന്നുള്ളതാണ്. എപ്പോഴും വെക്കുമ്പോൾ ഒന്നായിട്ട് വെക്കരുത്, രണ്ടെണ്ണമായിട്ടാണ് വെക്കേണ്ടത്. പിന്നെ ഉപവാസം, പൂർണ്ണമായ ഉപവാസം എടുക്കാം. നമ്മൾ സാധാരണ ഏകാദശി വ്രതം അതുപോലെ തന്നെയാണ് ഇതും, വ്യത്യാസമൊന്നുമില്ല. ആരോഗ്യത്തിനനുസരിച്ചിട്ട് വ്രതം എടുക്കുക എന്നുള്ളതാണ്. സാത്വികമായ സസ്യാഹാരം ഇനി കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്നുള്ളതാണ് പറയുന്നത്. സാത്വികമായ സസ്യാഹാരം മാത്രം കഴിച്ചിട്ടാണ് വ്രതം എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാമത ഏകാദശിയിൽ നമ്മൾ അരി, ചെറുപയർ, ഗോതമ്പ്, ബാർലി അങ്ങനത്തെ ധാന്യങ്ങൾ സാധാരണ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ദാൽ ഐറ്റംസ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചെറുപയർ പോലെയുള്ള അതൊക്കെ നമ്മൾ ഉഴുന്ന് ഒന്നും കഴിക്കാറില്ല, അതിന് സാത്വികത്തിൽ പെടുത്താറില്ല, അതുകൊണ്ട് കഴിക്കാറില്ല. എപ്പോഴും എല്ലാ വ്രതത്തിൻ്റെയും മുന്നത്തെ ഒരു ദിവസം നമ്മൾ ഒരിക്കലൂണാണല്ലേ, ഒരിക്കലൂണ് ഇന്ന് ദശമിക്ക് ഇന്ന് ഒരിക്കലൂണ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ഉപവസിക്കുകയാണെങ്കിൽ വെള്ളം കൂടിയും കുടിക്കാതെ ഉപവസിക്കണം എന്നാണ് പറയുക. ഇനി അഥവാ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജലാഹാരം അല്ലെങ്കിൽ ഫലാഹാരം എന്നുള്ള രീതിയിൽ വ്രതം എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാ ഏകാദശിയിലും പറയുന്നത് തന്നെയാണ്, നമ്മൾ പകലുറക്കം നിഷിദ്ധം തന്നെയാണ്. പകലുറങ്ങാൻ പാടില്ല, ഒരു ഏകാദശി വ്രതത്തിനും പകലുറങ്ങാൻ പാടില്ല. ഉച്ചക്കൊന്നൊക്കെ കിടന്നുറങ്ങണവരുണ്ടാവും. അപ്പോൾ ഏകാദശി വ്രതത്തിൽ ഒരിക്കലും പകലുറക്കം പാടില്ല എന്നാണ്. ആ സമയത്തൊക്കെ ഭഗവാനെ സ്മരിക്കുക. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണ അവതാരത്തിനെയാണ് നമ്മൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത് ഹരേ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ഓം നമോ ഭഗവതേ വാസുദേവായ പോലുള്ള മന്ത്രങ്ങളായാലും കുഴപ്പമില്ല. ഭഗവത് നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഒരു തട്ടിൽ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ വയ്ക്കുക. അത് സ്വർണവും വെള്ളിയും കൊണ്ട് അലങ്കരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു മഞ്ഞപ്പട്ട് ചുറ്റണം എന്നാണ്. അങ്ങനെയാണ് ഭഗവാന്റെ വിഗ്രഹം നാളെ വെച്ച് ആരാധിക്കേണ്ടത്. അപ്പം നാളത്തെ പൂജാവിധി എന്ന് പറയുന്നത് പറഞ്ഞുതരാം. നമ്മളൊരു കിണ്ടിയിൽ വെള്ളം എടുക്കുക, അതിൽ ഗംഗാജലം വീട്ടിലുണ്ടെങ്കിൽ ഒരു 2 തുള്ളി അതിനകത്ത് ആഡ് ചെയ്യുക, അത് 2 തുള്ളി അതിൽ ചേർക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഗംഗേച്ച യമുനേ ചൈവ എന്ന് പറഞ്ഞ ആ ശ്ലോകം ചൊല്ലിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വെള്ളത്തിനെ സപ്തനദികളിലെ വെള്ളമാണ് എന്നുള്ള രീതിയിൽ അതിനെ തീർത്ഥജലമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് അതിനകത്ത് നമ്മൾ പൂക്കളും തുളസിയിലയും സമർപ്പിക്കുക. അപ്പോൾ അത് തീർത്ഥജലമായി എന്നുള്ളതാണ്.
ഇനി ഈ തീർത്ഥജലം വെച്ചിട്ട് ഭഗവാനെ ആദ്യം അഭിഷേകം ചെയ്യണം. അതിന് ശേഷമാണ് ചന്ദനം ചാർത്തേണ്ടത്. ചന്ദനം ചാർത്തിയതിന് ശേഷം പുഷ്പം സമർപ്പിക്കുക. അതിനുശേഷം ധൂപം എടുക്കുക. ധൂപം എന്ന് പറയുന്നത് സുഗന്ധ ദ്രവ്യങ്ങൾ എന്തെങ്കിലും പുകയ്ക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുക. അതിനുശേഷം ദീപാരാധന ചെയ്യുക. ദീപാരാധന കഴിഞ്ഞിട്ട് നൈവേദ്യം, അതായത് പഴങ്ങൾ, പിന്നെ വെറ്റില സമർപ്പണം ചെയ്യണം എന്നാണ് പറയുക. പിന്നെ വെറ്റില സമർപ്പിക്കുക. അതിനുശേഷം എന്നിട്ട് പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സൂര്യോദയം 6:16 ഏപ്രിൽ 8 ലളിത് എന്ന ഗന്ധർവന് ശാപമോക്ഷം കൊടുത്തു എന്നാണ് പറയണേ അല്ലേ. അതേപോലെ തന്നെ ഇത് എല്ലാ ഭക്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പോലും എല്ലാ ശാപങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നാണ് പറയുക. എത്ര ഹീനമായ പാപം ഉണ്ട് വെച്ചാൽ പോലും അത് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ആൾ പൂർണ്ണമായ സമർപ്പണത്തോടെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാപം ക്ഷമിക്കപ്പെടും എന്നാണ് പറയണത്. അതേപോലെ ഈ കുട്ടികളില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏകാദശി വ്രതം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാമത ഏകാദശി വ്രതം അത് പൂർണ്ണമായ സമർപ്പണത്തോടെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവും എന്നാണ് പറയണത്. ഇനി ഇന്നേ ദിവസം ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ച് പറയാം. ഈ പൂജാവിധി യഥാക്രമം ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വ്രതം എടുക്കുന്നവരും പൂജാവിധി ചെയ്യുക. അതിന് പൂജകൾ ചെയ്യുക, മന്ത്രം ജപിക്കുക. അതിന് ശേഷം നമ്മൾ ഈ തീർത്ഥം ഉണ്ടല്ലോ, ഉണ്ടാക്കി വെച്ച തീർത്ഥം, ആ തീർത്ഥം കയ്യിലെടുത്തിട്ട് നമ്മുടെ തുളസി തറ ഉണ്ടെങ്കിൽ തുളസി തറയ്ക്ക് 3 തവണ വലം വെച്ചിട്ട് കുറച്ച് തീർത്ഥം തുളസിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ എന്നിട്ട് അകത്തേക്ക് ആ തീർത്ഥം കൊണ്ടുവന്നിട്ട് ആ തീർത്ഥം നമ്മുടെ വീട്ടിൽ മൊത്തം പൂജയ്ക്ക് ശേഷമാണ് കേട്ടോ. പൂജയ്ക്ക് ശേഷം ഭഗവാന്റെ വിഗ്രഹത്തിൽ നമ്മൾ പൂജ അല്ലെങ്കിൽ ഫോട്ടോയിൽ നമ്മൾ പൂജ ചെയ്തതിന് ശേഷമാണ് ഈ തീർത്ഥം എടുത്തിട്ട് പുറത്തേക്ക് വരിക. പുറത്ത് തുളസി ചെടി ഉള്ളവർ തുളസി ചെടിയിൽ അല്ലെങ്കിൽ തുളസിത്തറ ഉണ്ടെങ്കിൽ തുളസിത്തറയ്ക്ക് ചുറ്റും 3 തവണ പ്രദക്ഷിണം ചെയ്യുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് തീർത്ഥജലം തുളസിയുടെ അടിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള തീർത്ഥജലം കൊണ്ട് നേരെ അകത്തേക്ക് തന്നെ കയറിയിട്ട് വീട്ടിൽ മൊത്തം ആ തീർത്ഥജലം തളിക്കുക എന്നുള്ളതാണ്. അതാണ് ചെയ്യേണ്ട നാളത്തെ കാമത ഏകാദശിയിൽ ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത്. അപ്പോൾ പൂജ ചെയ്തതിന് ശേഷം ഇതുപോലെ തീർത്ഥം വീട് മൊത്തം തളിച്ചു നോക്കൂ. എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തിത്തരും. അത് കേൾക്കും തന്നെയാണ് പറയണത്. ചെയ്തു നോക്കൂ. അപ്പോൾ എല്ലാവർക്കും നാളത്തെ കാമത ഏകാദശി ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.